സ്കൂൾ ഡേ മൈ ലൈഫാണ്. രാവിലെ തന്നെ 6:35 നമുക്ക് സ്കൂളിൽ പോകാൻ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. ബിക്കോസ് നമുക്ക് സന്തോഷമാണ് കാരണം ഇന്ന് കഴിഞ്ഞാൽ ഇത്രയും ദിവസം നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പക്ഷേ ഇന്നാണ് നമുക്ക് ക്ലാസ് തുറന്നത്. പിന്നെ പോവാണ് ക്ലാസ്സിലേക്ക്. ഒരാഴ്ച ക്ലാസ്സിലേക്ക് ലീവ്. അപ്പം ഞാൻ എന്തായാലും പോട്ടെ. നമ്മൾ കളക്ടറിനെ പ്രത്യേകിച്ച് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, പിന്നെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഇല്ല. നമുക്ക് എപ്പോഴും സാറ്റർഡേ സ്കൂളിൽ വെക്കും. ഇഷ്ടമുള്ള സാറ്റർഡേ സ്കൂളിൽ പോകും. എൻ്റെ മുടി ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇതിനെ മാനേജ് ചെയ്തെടുക്കാൻ. അങ്ങനെ ചാവി ഇട്ടിട്ടുണ്ട്. ചാവി അമ്മ കണ്ണിൻ്റെ വീട്ടിൽ വെച്ചതാണ്. നമുക്ക് അരി ഓപ്പൺ ചെയ്യാം. ഈ 3 ഐറ്റംസ് വെച്ചിട്ടാണ്, അതായത് 4 ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ മുടി കെട്ടാൻ പോകുന്നത്. എയർ ബാൻഡ് എനിക്ക് ഇതേ കിട്ടിയുള്ളൂ. വേറൊന്നും തപ്പി പിടിക്കാൻ പറ്റിയില്ല. അതെ എന്നോട് ചോദിക്കാൻ എണ്ണക്കാരിയല്ല. എനിക്ക് എണ്ണ തേക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. അപ്പം എന്നോട് ചോദിക്കുന്നു, ഞാൻ തേക്കാറില്ല തോന്നുന്നു. എനിക്ക് തോന്നാണ്. എന്നൊന്ന് മുടി കെട്ടിയിട്ടുണ്ട്. അറിയാം ലാസ്റ്റ് എനിക്ക് മുടി കിട്ടാത്ത സമയത്ത് ഞാൻ കെട്ടി വെച്ചിട്ട് മുഴുവൻ നട്ടയിൽ കിട്ടും. കുറച്ച് സമയത്തോട്ട് ചെയ്യാൻ എനിക്ക് വേറെ പണിയുണ്ട്. പിന്നെ എൻ്റെ വാച്ച് കെട്ടണം. പുതിയതല്ല, അത് കെട്ടണം. ഞാൻ സെക്കൻഡിലാട്ടോടാ ഷർക്കാൻ. കുറച്ച് ടൈം കൂടെ മാത്രമേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല മുടി കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനത്തെ വൃത്തികെട്ട മുടികളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലോ. എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്ടമില്ല മുടി. രാവിലെ നിൽക്കുമ്പോൾ മാത്രം വൃത്തികേടായിട്ട്. പിന്നെ
ഇതാണ് എൻ്റെ ഹെയർ നിൽക്കാൻ പോയത്. എനിക്ക് ഹെയർ ബാൻഡ് വയ്ക്കാം. പോകുന്ന ഹെയർ ബാൻഡാണ്. പോകുന്ന ഹെയർ ബാൻഡ് കൊണ്ട് ഞാൻ കൂട്ടാറുണ്ട്. ഇതാണ് എനിക്കറിയില്ല വീഡിയോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുടി കെട്ടി കഴിഞ്ഞില്ല. ആ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കെട്ടി വെക്കും. ലാസ്റ്റ് അങ്ങോട്ട് മുടി ഫുഡ് കഴിച്ച് സ്കൂളിൽ പോട്ടെ. അപ്പം ഞാൻ സംസാരിക്കാം. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ജസ്റ്റ് ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അധികം തേച്ച് വരും. അപ്പം കാണാം. എന്തായാലും കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, ഞാൻ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കോലം കണ്ടതിന് എനിക്ക് മനസ്സിലാവില്ല ഞാൻ സ്കൂളിൽ വിട്ടതാണെന്ന്. ഒരു പ്രത്യേക മുഖമാണ് എൻ്റെത്. ബിക്കോസ് ആ മുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ മുടി ഇങ്ങനെ ആയപ്പോഴാണ് മുഖം പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് മുഖത്ത് കഴുകി ഫ്രഷ് ആയിട്ട് വരാം. ഫുഡ് കഴിക്കാം. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ടാണ് അടിക്കാറ്. ഫ്ലാഷ് ലൈറ്റ് എടുത്തിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാറ്. അതുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ ലൈറ്റ് അധികമില്ല. ഇതാണ് ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ട് വൃത്തിയായിട്ടുണ്ടോ. 1 second ഗായ്സ്. ഞാൻ പോയ എൻ്റെ മാലയെല്ലാം ഊരട്ടെ. മാല ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് ഗായ്സ്, ദിസ് ഇസ് മൈ സെറ്റബിൾ. എല്ലാം കൂടെ വാരി വരച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ എടുത്ത് വെക്കാം. അങ്ങനത്തെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുക. എനിക്ക് ഭയങ്കര നമുക്കിത് വെളിയിലേക്ക് ഇട്ടിരിക്കാം. ബെഡ് നല്ല വൃത്തിയാണ്. പക്ഷേ ഞാൻ വൃത്തി കിടക്കും. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ക്ലാസ്സസ് ഉണ്ട്, 2 ഉണ്ട്. അപ്പം ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞു. 1 റിവിഷനാണ്. ഒന്ന് പഠിക്കാൻ ഉള്ളതാണ്. എന്നാൽ പഠിച്ചില്ല. നാളെ വേറെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം പണി മാത്രമേ ഇല്ല. പറയണം കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു പഠിത്തം വേണ്ടി നമുക്ക് എന്തോ ആവും. This type of memories and all I have. എന്തൊക്കെയോ ഇംഗ്ലീഷ് ഞാൻ വിളിച്ച് പറയുന്നുണ്ട്.
cái đấy là gì vậy? Cái cố định đấy nữa, ở cố định mình làm cái để làm rõ là cái này anh có cái gì để xử lý không? Jadi saya nanti buktikan. Anda harus ada nanti buat. Nanti kalau kamu sebenarnya mampu, nanti ada itu. Kita ada mereka, noi. Itu kita aku berarti. Kan mereka juga nak boleh, tidak boleh. Nanti ada jangan cuma dia. Yang ini ada dua yang kemarin. Apa sih dengan? Oh, pasti sedikit dengan kasus. Yang lagi juga, nggak cukup. Dia kan punya banyak, nggak punya. Tapi kok sih mana punya sama punya sama. Nah, itu saat mereka punya kalau ya. Jadi yang lebih standar. Aku tahu sama pasang, kalau harus terus terus. Nah, itu sudah terjadi. Nah, itu bisa.